ഹലോ വെൽക്കം ടു സാരി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നല്ല ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗണാഷ് ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 30 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് മെൽറ്റായിക്കോളും. ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു ചൂട് കൊണ്ട് തന്നെ ബട്ടർ മെൽറ്റായിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം പാല് വേണം. തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി ഞാനിപ്പോൾ ഇത് ലെയർ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്റ്റീലിൻ്റെ ഒരു ലിഡാട്ടോ. അതിലേക്ക് ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. ഈ ബിസ്ക്കറ്റ് മാരിഗോൾഡിൻ്റെ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ് ഇല്ലേ, അതാണ് കേട്ടോ. ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു പാലിൻ്റെ കൂട്ടില്ലേ മിക്സ്, അത് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വെറ്റാക്കുക. അടുത്ത ബിസ്ക്കറ്റ് വെച്ചിട്ട് കവർ ചെയ്യുക. സെയിം ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. ഒരു 7-8 ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും അത്ര ഹൈറ്റിൽ ചെയ്തെടുക്കാം. ഞാനൊരു 8 ബിസ്ക്കറ്റിൻ്റെ ഒരു ഹൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇടയിലിടയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് വെക്കുന്നത് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഗണാശില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച് അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലോണം ചൂടാറിയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഇതുപോലെ ഒട്ടി നിൽക്കുന്ന പരുവത്തിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഒലിച്ച് താഴെ ചെയ്യാം. ഇതിപ്പോൾ അത് കവറായിട്ട് തന്നെ നിൽക്കും. അധികം അങ്ങനെ വേസ്റ്റ് ആവണ്ട കേട്ടോ. താഴെയുള്ളതൊക്കെ നമുക്ക് ഇതുപോലത്തെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് കോരി ഒഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്യുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കുട്ടപ്പനായി കിട്ടും. നല്ല പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്ന ഒരു സംഭവമാണ് ഗണാഷ്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്താണോ ഡെക്കറേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. നമ്മുടെ ഓരോ ബിസ്ക്കറ്റിൻ്റെ മുകളിലും ആ ഒരു പാലിൻ്റെ കൂട്ടൊഴിച്ചത് കൊണ്ട് തന്നെ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെറ്റായിട്ട് ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്